ഹലോ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ. വീട്ടിൽ പോയി വന്നാൽ പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ തോന്നില്ല കേട്ടോ. അന്ന് ഉപ്പച്ചിക്ക് വയ്യാത്തതുകൊണ്ട് ഉപ്പച്ചിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്തിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് കുറേ ഇങ്ങനെ പെൻഡിങ് ആയി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മളെ വീഡിയോ രാവിലത്തെ വിശേഷമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഇപ്പോൾ മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു, അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നില്ല. രാവിലെ വലിയ പണികളൊക്കെ ഒതുക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കോഴിക്കറിക്കുള്ള സവോളൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നുള്ളത് നമുക്ക് പയറുപ്പേരിക്ക് വെക്കാനായിട്ടായിരുന്നേ. പയറങ്ങനെ മേടിക്കാറില്ല, ഇടയ്ക്കൊക്കെ മേടിക്കാറുള്ളൂ. മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കഞ്ഞീൻ്റെ കൂടെ കുടിക്കാനായിട്ട്. അപ്പോൾ പാത്തു അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയം കൊണ്ട് വേഗം ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. ഒരുപാട് പണികൾ ബാക്കി കിടക്കുന്നതേ. അപ്പോൾ പയറുപ്പേരിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കുന്നുണ്ട്. തലേന്നൊക്കെ കോഴിയെല്ലാം മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വലിയ മെനക്കേടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് താഴെ ഇറക്കി വെച്ച് പയറെല്ലാം കഴുകി അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ ബാക്കി പണിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ എൻ്റെ ശബ്ദത്തിൽ നല്ല ഒച്ചടപ്പുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ. കാരണം എനിക്കിപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പനി ആയിക്കഴിഞ്ഞാൽ പെട്ടു. ഞാൻ പിന്നെ കട്ടിലിൽ നിന്ന് തല വെക്കൂല, ആ അവസ്ഥയിലായിരിക്കും കേട്ടോ. വരാണ്ടിരിക്കട്ടെ. അങ്ങനെ പാത്തുവിനും ജലദോഷം ചുമക്കെ ആയിട്ടുണ്ട്. ഇച്ചുവിന് ഞാൻ വീട്ടിൽ പോയ സമയത്തൊക്കെ പനിയൊക്കെ ആയിരുന്നു. അതാ പിന്നെ പെട്ടെന്ന് ഉപ്പച്ചിനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന മുന്നേ ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീട്ടിലോട്ട് വേഗം പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് വീഡിയോ ഒക്കെ എടുക്കാഞ്ഞത്. അപ്പോൾ കോഴിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് കിഴങ്ങിട്ടിട്ടാണ് ഞാൻ വെക്കാറ്. ഒന്നാമത് കോഴി കുറവാണ്. അപ്പോൾ പിന്നെ കിഴങ്ങൂടെ ഇട്ട് വെക്കടിച്ച് ഇങ്ങനെ കൊഴുപ്പുണ്ടാവും. അതുകൊണ്ട് കിഴങ്ങിട്ടാണ് കേട്ടോ വെക്കുന്നത്. ബീഫ് കിഴങ്ങിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ഈ കോഴിയും കിഴങ്ങിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ പച്ചക്കായൊക്കെ ഇട്ടില്ല, അതൊക്കെ ഇട്ട് വെക്കുന്നുണ്ടാവും കേട്ടോ. ഇച്ചിരി കഷ്ണമുള്ളപ്പോൾ ഒരുപാട് കഷ്ണങ്ങളായി തോന്നിക്കാനായിട്ട് ഇടുന്നതൊക്കെ അവിടെ ഉമ്മച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നിരന്നതെല്ലാം എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കണം. ഗ്യാസ് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ച് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിനാട്ടോ. ജനലിൻ്റെ അവിടെ നിന്ന് വെട്ടം കിട്ടട്ടെ എന്നോർത്ത്. അപ്പോൾ പാത്രം തേരും കഴിഞ്ഞ് ഉപ്പേരിയും കറിയും കൂടെ കുറച്ചുകൂടെ ആയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, ടാറ്റാ.